വാക്യത്തിന്റെ ആരംഭത്തോടുള്ള വാക്യം വായിച്ചാട്ടെ. അവൻ ദർബയിലും ലുസ്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോഥെയൂസ് എന്നു പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. അവൻ ലുസ്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. അവൻ തന്നോട് കൂടെ പോരണമെന്ന് പൗലോസ് ഇച്ഛിച്ചു. അവന്റെ അപ്പൻ യവനനെന്ന് അവിടങ്ങളിലുള്ള യെഹൂദന്മാർ എല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ അവരെ വിചാരിച്ച് അവനെ പരിച്ഛേദന കഴിപ്പിച്ചു. അവർ പട്ടണം തോറും ചെന്ന് യെരൂശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. ഞാൻ ശുശ്രൂഷിക്കണമെന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നു. എന്നിരുന്നാലും ഇതല്ലാതെ വേറെ ഒന്നും മനസ്സിലും വരുന്നില്ല, ഇതല്ലാതെ വേറെ ഒന്നും നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സംഖ്യത്തെ ഈ വചനം ഞാൻ വിശ്വസിക്കുന്നത് ദൈവം നമുക്ക് തരുന്ന വചനം നമ്മളെന്നും എടുക്കണം. ഹല്ലേലൂയ. അതിനെ മറിഞ്ഞ് നമ്മൾ എടുക്കാൻ നമ്മൾ പോകാൻ പാടില്ല. ഹല്ലേലൂയ. എന്നിരുന്നാലും വേറൊരു സബ്ജക്റ്റിലായിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നത്. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഇതെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാമല്ലോ. നമുക്ക് ഈ വചനത്തിന് മുന്നിൽ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. ഒന്ന് കണ്ണുകളെ അടച്ചാട്ടെ. നമ്മുടെ കർത്താവിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം. അപ്പച്ചാ, ഇന്ന് ഈ വചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ. ഈ വചനമായി അടിയിൽ നിൽക്കുമ്പോഴും അങ്ങനത്തെ ജനത്തോട് അങ്ങ് സംസാരിക്കുമാറാകണമേ. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന സമയത്തിനായി സ്തോത്രം. ഈ വചനമായി കർത്താവേ അടിയിൽ നിൽക്കുമ്പോൾ ഈ വചനത്തിൽ കൂടെ അങ്ങെന്തോ ഉദ്ദേശിക്കുന്നത്, അങ്ങെന്തോ കൺവേ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് കൺവേ ചെയ്യുമാറാകണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നാമമൊത്തുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥകനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പൗലോസും തിമോത്തിയും സൈലസും 3 പേരും ഉള്ള ഒരു അധ്യായമാണ്. തിമോത്തി ജോയിൻസ് പോൾ ആൻഡ് സൈലസ് എന്ന് പറയപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും യാത്രയിലായിരിക്കുന്ന വ്യക്തികളാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഓരോരുത്തരും ഓരോ ജേർണിയിലായിരിക്കുന്നു, ഓരോരുത്തരും ഓരോ യാത്രയിലായിരിക്കുന്നു. ഏൽപ്പിച്ചിരിക്കുന്ന ചില മിഷനുകൾ നമ്മൾ ചെയ്യുന്നു. നമ്മളെ കർത്താവ് ആഗ്രഹിക്കുന്ന പ്രകാരം നമ്മളെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും ഈ ഒരു യാത്രയിൽ പൗലോസിനും ശീലാസിനും തിമോത്തിയെയും അവരുടെ മിഷനറിയിൽ സെക്കൻഡ് മിഷനറിയിൽ ജോയിൻ ചെയ്യുവാൻ ഇടയാകുന്നു. ഹല്ലേലൂയ. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല തിമോത്തി ഈ പൗലോസും ശീലാസിനോടൊപ്പം യാത്രയ്ക്ക് ഭാഗമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. 1:5 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, God raises the right people at the right time. ദൈവം തക്ക സമയത്ത് തന്റെ ജനത്തെ ഉയർത്തുന്ന ഒരു ദൈവമാണ് നമ്മൾ ഇതിൽ കാണപ്പെടുന്നത്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പൗലോസും ശീലാസിന്റെയും ജീവിതം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അസാധാരണമായിട്ടുള്ള ഈസി ആയിട്ടുള്ള ജീവിതം അല്ലെങ്കിലും പൗലോസിന്റെ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ പല കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ട്. പൗലോസ് അനുഭവിച്ച കഷ്ടത ആരും അനുഭവിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അവന്റെ മിഷനറി സമയത്തൊക്കെയും അവൻ നേരിടേണ്ടിയ പല പ്രയാസങ്ങൾ, എഫെസ്യസിൽ നേരിടേണ്ടിയ പ്രയാസങ്ങൾ, പല കഷ്ടങ്ങൾ, പല പ്രയാസങ്ങൾ, പല ബുദ്ധിമുട്ടുകൾ പല ജനത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും കർത്താവ് അവരെ എന്താ പറയുന്നത്, ഒരു മിഷനറിക്ക് 2ാം മിഷനറിയിൽ കർത്താവ് അവരെ തെരഞ്ഞെടുക്കുന്നു. ഹല്ലേലൂയ. എന്നിരുന്നാലും കർത്താവ് അതിന്റെ 7ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 16ന്റെ 7ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യേശുവിന്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ 16ന്റെ 6 തൊട്ട് 10 വരെ ഇങ്ങനെ പറയുന്നത്, when the Holy Spirit says no, it's protection. ആമേൻ. 2ാമത്തെ കാര്യം കാണുന്നത്, പരിശുദ്ധാത്മാവ് വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന അർത്ഥമാണ്. എന്നിട്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യാത്ര തിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ ചെയ്യുന്ന ശരിയാ, അല്ലെങ്കിൽ എൻ്റെ യാത്ര ശരിയായി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം ചില അടയാളങ്ങളുമായി ദൈവം നമ്മുടെ മുന്നിൽ വരും. ദൈവം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുള്ള യാത്ര നമ്മൾ തുടരുവാൻ പാടില്ല. അത് നമ്മുടെ മിഷൻ സ്പിരിച്വൽ ലൈഫ് ആയിക്കൊള്ളട്ടെ, നമ്മുടെ പേഴ്സണൽ ലൈഫ് ആയിക്കൊള്ളട്ടെ, ദൈവം നോ എന്ന് പറഞ്ഞാൽ അത് നോ എന്ന അർത്ഥം.
ഇന്ന് ഈ നോ കേട്ടിട്ടും യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ചില ചെറുപ്പക്കാരുടെ ഒരു കൂട്ടഘട്ടത്തിൽ നമ്മളായിരിക്കുന്നത്. ഈ നോ എന്ന കർത്താവിന്റെ വചനമായി നിൽക്കുമ്പോഴും അവരോട് നോ എന്ന് പറഞ്ഞിട്ടും അവരുടെ ജീവിതത്തിൽ അവർ വിചാരിക്കുന്നത് ഇതെല്ലാം ദൈവത്തിന്റെ ആത്മാവ് അവരോട് സംസാരിപ്പിക്കുന്നതും ദൈവത്തിന്റെ ആത്മാവ് ഇത് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അവർ വിശ്വസിക്കുന്നതാ. എന്നിരുന്നാലും പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് അനേക സ്ഥലങ്ങളിൽ ഇല്ലാത്തൊരു അനുഭവം നമുക്ക് ഫീൽ ചെയ്യുവാൻ ഇടയാകുന്നുണ്ട്. ദൈവം ഒരാളെ എന്ന് വെച്ചാൽ ദൈവം ഒരു യാത്ര തുടങ്ങിയിട്ട് അതിനൊരു ഒരു നോ എന്ന് പറയുന്നെങ്കിൽ അത് നമ്മുടെ ജീവിത തകർച്ചയ്ക്കല്ല, അത് പ്രൊട്ടക്ഷനാണ്. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. നമ്മളെ നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും ദൈവത്തിനറിയാം നീ പോകുന്ന വഴി ചിലപ്പോൾ അപകടം പിടിച്ച വഴിയാണ്. സ്വർഗത്തിൽ ദൈവത്തിനറിയാം. പലപ്പോഴും ദൈവം വേണ്ട എന്ന് പറഞ്ഞിട്ടും നമ്മൾ ആ വഴി സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാ. പലപ്പോഴും നമ്മുടെ ജോലി കാര്യങ്ങളായിക്കൊള്ളട്ടെ, ഭൗതികമായുള്ള ജീവിതങ്ങളായിക്കൊള്ളട്ടെ, ഈ ജോലി എന്ന് ദൈവം വേണ്ട എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറയും കർത്താവ് എനിക്ക് ആ ജോലി തന്നെ കിട്ടിയേ മതിയാകൂ എന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകല് ദൈവം ചിലതിന് നോ പറയുക. ചിലതിന് ദൈവം നോ പറയുക. പരിശുദ്ധാത്മാവ് ചിലതിന് നോ പറയുക. ചില ജീവിതങ്ങളെ ചൂണ്ടിക്കാണിച്ച് പരിശുദ്ധാത്മാവ് ഇന്ന് നീ തിരിക്കേണ്ട യാത്ര അത് ഞാൻ തടസ്സമായി നിൽക്കുന്നെങ്കിൽ അതിന് ഞാൻ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലത് പ്രവർത്തിക്കുവാനുണ്ട്. എത്ര പേർക്ക് പ്രവചന ശബ്ദം ഏറ്റെടുക്കുവാൻ പറ്റുന്നുണ്ട്? ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, നോ, ആമേൻ, for your protection in Jesus name. ആമേൻ. നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാ ദൈവം നോ പറയിപ്പിക്കുന്നത്. ആമേൻ. അതിന്റെ മുന്നോട്ട് ഞാൻ യാത്രയും എല്ലാം അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുവാൻ ഉള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 11-15 വാക്യം 11-15 വരെ വാക്യം ഇങ്ങനെ പറയുന്നു, when God opens a heart there is instant transformation. ഒന്ന് വാക്യം വായിച്ചാട്ടെ, 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ, 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സൊമത്രയിലേക്കും പിറ്റന്നാൾ നവാപൊലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. ഇത് മക്കെദോന്യയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമക്കാർ കുടിയേറി പാർത്തതും ആകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി. അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. അവിടെ പ്രാർത്ഥനയ്ക്ക് ഒരു സ്ഥലമുണ്ടെന്ന് വിചാരിച്ച് പൗലോസ് യാത്ര തിരിക്കുക. ആമേൻ. അവിടെ പൗലോസിനെ എത്തിച്ചത് സ്വർഗത്തിലെ കർത്താവ്. ആമേൻ. ചിലതിന് എത്തിപ്പിക്കേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ചില രാജ്യങ്ങൾ നിന്നെ എത്തിപ്പിക്കുന്ന ദൈവ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ചില പ്രതീക്ഷയുമായിട്ടായിരിക്കും ചില രാജ്യങ്ങൾ നീ കിടക്കുന്നത്. അങ്ങനെ ആ രാജ്യത്ത് നീ കാല് വെക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ നീ പ്രതീക്ഷിക്കുന്നത് ഒന്നും നിനക്ക് ലഭിക്കത്തില്ല. ആമേന. പക്ഷെ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ആമേന. ഇന്ന് പകല് എത്ര പേർക്ക് ഈ ദൂത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ആലോചന ഇങ്ങനെ വെളിപ്പെടുന്നു. ചില രാജ്യത്തിൽ ഈ പ്രതീക്ഷയുമായി നിന്റെ ദൈവം അയക്കുമ്പോൾ, ചില രാജ്യത്തിൽ അയക്കുമ്പോൾ വെറുതെ അല്ല അയക്കാൻ പോകുന്നത്. ചില വ്യക്തി ജീവിതങ്ങളുടെ ജീവിത ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പോകുന്നതാണ്. ഹല്ലേലൂയ, ആമേൻ. അവിടെ ഒരു ലേഡി ഉണ്ട്. മുന്നോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ ആ ലേഡിയുടെ പേര് ലിഥിയ എന്ന പേര്. ഹല്ലേലൂയ. ഈ ലിഥിയ ിരിക്കുന്ന സമയത്ത് അവർ ഗ്യാദർ ചെയ്ത സമയത്ത് അന്നേരം അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ പേര് ലിഥിയ. ആ സ്ത്രീ ആമേൻ അവർ പ്രാർത്ഥിക്കുന്നത് അവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ സ്വർഗത്തിലെ ദൈവം വായിച്ചോണം, the Lord opened her heart to respond Paul's message. 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ആമേൻ. പറഞ്ഞാൽ മനസ്സിലാക്കണം, ഒരു ശുശ്രൂഷകൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ചിലരുടെ ഹൃദയം തുറക്കപ്പെടണം. ആമേൻ. ചിലതിന്റെ ഹൃദയങ്ങൾ തുറക്കപ്പെട്ട് മതിയാകൂ. ആമേൻ. ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണമെങ്കിൽ ഹൃദയങ്ങൾ തുറക്കപ്പെടണം. ഓ യേശുവിന്റെ നാമത്തിൽ നിന്റെ ഹൃദയത്തിൽ തുറക്കുവാൻ ജോയല് പറ്റുകയില്ല, നിന്റെ ഹൃദയത്തെ തുറക്കുവാൻ നിന്റെ സഹോദരന്മാർക്ക് പറ്റുകയില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന് പറ്റും. പൗലോസിന്റെ വാക്കുകൾ മെസ്സേജുകൾ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് ലിഥിയയെ കുറിച്ചുള്ള പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ ഹൃദയങ്ങളെ ദൈവം തൊട്ടു. ആമേൻ.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വെറുതെ കേട്ട് വന്ന് പോകേണ്ടിയവരായി തീരുവാൻ ദൈവം നമ്മളെ അനുവദിക്കില്ല. നമ്മൾ കേൾക്കുന്ന വചനത്തിന് മുന്നേ നിന്റെ ഹൃദയങ്ങൾ തുറക്കപ്പെടണം. നിന്റെ ഹൃദയങ്ങൾ തുറക്കപ്പെടുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്, മെസ്സേജ് എഫക്റ്റ് ആകുന്നതുള്ള കാര്യം മറന്നു പോകില്ല. ആമേൻ. ഹല്ലേലൂയ. When she had women, 15ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. കർത്താവ് അവളുടെ ഹൃദയം തുറന്നു, അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നു, എന്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് അപേക്ഷിച്ചു. നിർബന്ധിച്ചു. ആമേൻ. അവര് വന്നിട്ട് ഈ സ്ത്രീ ലിദ്യ എന്ന സ്ത്രീ പൗലോസിന്റെ മെസ്സേജ് കേട്ടപ്പോൾ, സ്വർഗം അവളുടെ ഹൃദയം തുറന്നപ്പോൾ അവൾ ഓട്ടോമാറ്റിക്കലി സ്നാനപ്പെടുവാനിടയായി. ആമേൻ. ജനം കടന്നു വരുമ്പോൾ, വചനം അകത്ത് ക്രിയ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ആമേൻ. ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ അടുത്ത സ്റ്റെപ്പുകൾ അവർ ഓട്ടോമാറ്റിക്കലി എടുത്തോളും. ആമേൻ. അതാ ദൈവത്തിന്റെ മഹത്വമുള്ള കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ വ്യക്തികളോട് ചെന്ന് പറയണ്ട ആമേ സ്നാനപ്പെടേണ്ട എന്ന. വ്യക്തികളോട് എപ്പോഴും പറയണ്ട നീ ആരാധിക്കുന്ന. നീ എപ്പോഴും ഒന്നും പറയേണ്ട കാര്യമില്ല. നീ ആത്മാവിലെങ്കിൽ ആ ആത്മാവ് അവരുടെ ഹൃദയങ്ങൾ തുറക്കും. ആമേൻ. When you preach, the hearts are going to be open in Jesus' name. When you stand in front of the people, the hearts are going to be open in Jesus' name. ആമേൻ. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ വചനമായി നിൽക്കുമ്പോൾ ചില ഹൃദയങ്ങളെ ദൈവം തുറക്കാൻ പോകും. ആമേൻ. ചില ഹൃദയങ്ങളോട് ദൈവം ഇടപെടുവാൻ പോകുവാൻ. ആമേൻ. ആമേൻ. ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ അവർ സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. അവർ സ്നാനപ്പെട്ടപ്പോൾ കർത്താവിനെ അവർ രക്ഷിതാവ്. ആമേൻ. They accepted the Lord Jesus Christ as a Savior in their life in Jesus' name. ആമേൻ. ഹല്ലേലൂയ. എന്നിരുന്നാലും അടുത്ത വാക്യങ്ങൾ, തുടർന്നുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. അത് കഴിഞ്ഞിട്ട് ദൈവം തരുന്ന ആലോചനകളിലോട്ട് കടക്കുവാനുണ്ട്. ആമേൻ. ആമേൻ. തുടർന്നുള്ള വാക്യം വായിച്ചാട്ടെ. 17ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. The girl followed Paul and the rest of us shouting, "This man are the servants of the Most High God who are telling you the way to be saved." ഒന്ന് വായിച്ചാട്ടെ. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തെയായി ഭക്ഷണം പറഞ്ഞു യജമാനന്മാർക്ക് വളരെ ദാഹം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തെ ഞങ്ങളെ എതിരേറ്റു. ഓ എന്റെ ദൈവമേ, രണ്ട് ദൈവദാസന്മാർ അവിടെ ചെല്ലുമ്പോൾ ദൈവദാസന്മാർ എതിരായി ആമേൻ ദുഷ്ടാത്മാക്കൾ എന്നേൽക്കുക. ആമേൻ. ഹല്ലേലൂയ. അവിടെ എന്നിട്ട് വെളിച്ചപ്പാടി സ്ത്രീ ആമേൻ ആ ഒരു ഗേൾ എന്തോ അവിടെ പറയുന്നത്, ഇവരെതിരായി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആമേൻ കാരണം എന്താണെന്നറിയാമോ? ഇവളിൽ വ്യാപരിക്കുന്ന ദുരാത്മാവ. ആമേൻ. ഇവളിൽ വ്യാപരിക്കുന്ന അശുദ്ധിയുടെ ആത്മാവ. എന്നിരുന്നാൽ അതിന് മനസ്സിലായി ആമേൻ ഈ ദൈവദാസന്മാരിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ. ഈ ദൈവദാസന്മാരിൽ വ്യാപരിക്കുന്ന ഒരു ദൈവ കൃപയുണ്ട്. ആമേൻ. ഇവരിവിടെ കടന്നാൽ ഇവിടെ ഒരു വിടുതലുണ്ട്. ഇവരിവിടെ കടന്നാൽ ഒരു ദൈവത്തെ ശക്തി വ്യാപരിക്കപ്പെടുമെന്ന് ആമേൻ ദുരാത്മാവിന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ ആത്മാവ് അവളെ ഇവരെതിരായി ഉപയോഗിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. ദുരാത്മാവിനെതിരെ സംസാരിച്ചോട്ടെ. ആമേൻ. ഏത് ശക്തി നിന്നെതിരെ നിന്നോട്ടെ, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന് ചിലതിന് മേൽ വാഴുവാൻ പറ്റും. ആമേൻ. ഓ യേശുവിന്റെ നാമത്തിൽ അതാ മുമ്പേ പ്രാർത്ഥിച്ചപ്പോൾ ഇരുന്നപ്പോൾ ആമേൻ ദൈവത്തിന്റെ പ്രവചനം വെളിപ്പെട്ടത്. ആമേൻ. നിന്നെ വാഴുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി കൊണ്ടല്ലോ, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവുണ്ടല്ലോ, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവ കൃപ കൊണ്ടല്ലോ ചിലതിന് വായ അടയ്ക്കുവാൻ മാത്രമല്ല ചിലതിന് മേൽ വാഴുവാൻ പറ്റുമോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എത്ര പേർക്ക് ഈ പ്രവചനം ശബ്ദങ്ങൾ ഏറ്റെടുക്കുവാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് ദൂതുകൾ ഏറ്റെടുക്കുവാൻ പറ്റുന്നുണ്ട്? നിന്നെ വിളിച്ചിരിക്കുന്നത് അന്ധകാര പൈശാച മണ്ഡലങ്ങളെ മുന്നേ മുട്ടുമടക്കുവാനല്ല, ആമേൻ ചിലതിനെ മുട്ടുമടക്കുവാനാ, ചിലതിനെ മുട്ടുമടക്കുവാനാ നിന്നെ വിളിച്ചിരിക്കുന്നത്. കാരണം ആ ദൈവശക്തി എന്ന് പറയുന്നത് നീ പോകുന്നിടത്തൊക്കെയും ദുരാത്മാക്കൾ ഇളകണം. നീ പോകുന്നിടത്തൊക്കെയും ആമേൻ ജനങ്ങൾ ആർത്ത് വിളിക്കണം. നീ പോകുന്നിടത്തൊക്കെയും ആമേൻ ദൈവ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ആമേൻ അവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടണം. ആമേൻ. ഓ നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് പറ്റും ചിലതിന് തുറക്കുവാൻ. ആമേൻ. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവ കൃപയ്ക്ക് പറ്റും ചിലതിന് തുറക്കുവാന്. ചെന്ന് സെപ്പറേറ്റ് പറയേണ്ട കാര്യമില്ല. ആമേൻ. നീ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പരിശുദ്ധാത്മാവ് ഇടപെടും. ആമേൻ. നീ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അവർക്ക് ഇരിക്കുവാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും.
എത്ര പേർക്ക് ദൂത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? നിന്നെ രാജ്യത്തിൽ അയക്കാൻ പോകും. ആമേന. നിന്നെ രാജ്യത്തിൽ അയക്കാൻ പോകും. ആമേന. ചില യാത്രകൾക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊള്ളണം. ആമേന. ഈ സഭയ്ക്ക് ആമേൻ ആർക്ക് വേണ്ടിയുള്ളതെന്ന് എനിക്കറിയത്തില്ല. എന്തിനാണ് ഈ സഭയുടെ അകത്തുള്ള ദൂത്? ആമേന. എല്ലാവരും ഏറ്റെടുത്ത് ചില യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊള്ളണം. ആമേൻ. ചില യാത്രകള്, എന്റെ ഹിതമില്ലാത്ത ചില യാത്രകൾ നീ അവസാനിപ്പിച്ച് എന്റെ ഹിതത്തിന്റെ യാത്രയ്ക്ക് വേണ്ടി നീ ഒരുങ്ങാൻ തയ്യാറാകില്ല. എനിക്ക് നിന്നെ കുറിച്ച് ചില പദ്ധതികളുണ്ട്. യേശുവിന്റെ നാമത്തില് നിന്നെ വിടുന്നത് വെറുതെ വിടുവാൻ ദൈവം താല്പര്യപ്പെടുന്നില്ല. ആമേന. ചില വിടുതലിന് വേണ്ടി, ചില പട്ടണത്തിന്റെ വിടുതലിന് വേണ്ടി, ചില രാജ്യങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി നീ മുഖാന്തരം, നിന്റെ കുടുംബം മുഖാന്തരം ചിലവർ വിടുതൽ പ്രാപിക്കുന്ന രീതിയിൽ ദൈവം നിന്നെ അയക്കാൻ പോകുന്ന നാളുകൾ മുന്നിലുണ്ട്. നീ അധിക നാൾ ഇവിടെ നിൽക്കുകയില്ല. അധിക നാൾ ഇനി പട്ടണത്തിൽ നീ കാണുകയില്ല. നിനക്കൊരു യാത്ര ഞാൻ നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. നിനക്കൊരു ശുശ്രൂഷകൾ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. ചില രാജ്യങ്ങൾക്ക് വേണ്ടി, ആമേൻ, ചില പട്ടണങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്ന സമയത്ത് ഞാൻ നിന്നെ അയക്കുക തന്നെ ചെയ്യൂ. ദൈവം പറയുന്ന സമയത്ത് യാത്ര തിരിക്കുവാൻ തയ്യാറെങ്കിൽ അത് വിജയമായിരിക്കും. ആമേൻ. ആമേൻ. ദൈവം പറയുന്ന യാത്ര ഉണ്ട്. ഹല്ലേലൂയ. ദൈവം പറയാത്ത യാത്ര തിരിച്ചു കഴിഞ്ഞാൽ അത് അവസാന ഡിസ്ട്രക്ഷൻ ആണ്. ദൈവം പറയുന്ന യാത്രയ്ക്ക് തിരിക്കാം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അത് കഴിഞ്ഞിട്ട് ആമേൻ പൗലോസ് ആമേൻ വായിച്ചാട്ടെ. അതിന്റെ 18ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു. പൗലോസ് മുഷിഞ്ഞു തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോടെ. പൗലോസ് മുഷിഞ്ഞ പൗലോസ് തിരിഞ്ഞു നോക്കുന്നത്. അടുത്തമായി പറഞ്ഞാൽ പദം അവളിലുള്ള ഭൂതത്തോടെ. അവളിലുള്ള ഭൂതത്തോടെ അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു. ആമേൻ. കഴിഞ്ഞു. ഒറ്റ വാക്ക് പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പുറത്തു പോകും. ആമേൻ. രണ്ടാമത് പറയാൻ പോയില്ല. രണ്ടാമത് ഇത് പ്രാർത്ഥിക്കാൻ പോയില്ല. കാരണം പൗലോസിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് കൽപ്പിച്ചപ്പോൾ ഈ ദുരാത്മാവിന് നിൽക്കുവാൻ പറ്റിയില്ല. യേശുവിന്റെ നാമത്തിൽ നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ ഒരു തവണ കൽപ്പിച്ചാൽ മതി, അത് നിനക്ക് വേണ്ടി വഴികൾ മാറും. ആമേൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പൗലോസ് ഒറ്റ വാക്ക് പറഞ്ഞുള്ളൂ, യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ എന്ന്. പൗലോസ് അത് കഴിഞ്ഞിട്ട് അതിന് പ്രാർത്ഥിക്കാനോ അത് കഴിഞ്ഞിട്ട് മുട്ടുമടക്കാനൊന്നും പോയില്ല. അല്ലെങ്കിൽ ഇറങ്ങട്ടെ എന്ന് പൗലോസ് പറഞ്ഞില്ല. പക്ഷെ പൗലോസ് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, യേശുവിന്റെ നാമത്തിൽ. He was eligible to speak the name of Jesus. He was eligible to speak the name of Jesus. Amen. അവൻ എലിജിബിൾ ആയിരുന്നു യേശുവിന്റെ നാമം പറയുവാൻ. ആമേൻ. നിന്നെ മുഷിപ്പിക്കുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ കീറിക്കളയുവാൻ പൈശാച മണ്ഡലങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിന്നെ തകർത്ത് കളയുവാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിന്റെ ശുശ്രൂഷനെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിന്റെ ഭൗതിക ജീവിതത്തിൽ എതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിന്റെ തലമുറകളുടെ മേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പൈശാച മണ്ഡലങ്ങളെ നോക്കിയിട്ട് നീ അധികാരത്തോടെ വിളിച്ചു പറയാം, യേശുവിന്റെ നാമത്തിൽ എന്റെ തലമുറകളെ തകർക്കുവാനോ, എന്റെ കുടുംബത്തെ തകർക്കുവാനോ, എന്റെ സഭയെ തകർക്കുവാനോ, ശുശ്രൂഷകളെ തകർക്കുവാനോ നിനക്ക് അധികാരമില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ചില ദൂതുകൾ വെളിപ്പെടും. ആമേൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിളിച്ചു പറയണമ. നീ ചിലതിനെ നോക്കി വിളിച്ചു പറയണമ, യേശുവിന്റെ നാമത്തിൽ പുറത്തു വാ. നീ ചിലതിനെ നോക്കി പറയണമ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. യേശുവിന്റെ നാമത്തിൽ നീ ചിലത് കൽപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിക്കണമെന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. എന്നിരുന്നാലും യേശുവിന്റെ നാമം പ്രാർത്ഥിക്കാത്തവൻ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഇത് ആത്മാർത്ഥം പ്രാർത്ഥിക്കാത്തവൻ യേശുവിന്റെ നാമം എടുത്ത് നീ എത്ര വലിയ പുതിയ ജനറേഷൻ സ്റ്റൈലും ആയിക്കൊള്ളട്ടെ, ആമേൻ, അവിടെ ആത്മാക്കൾ കാണും, അവിടെ ജനം കാണും, അവിടെ ആർത്തു വിളിക്കും, അവിടെ എല്ലാം ചെയ്യും. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ യേശുവിന്റെ നാമം എടുക്കുവാൻ യോഗ്യതയില്ല. ആമേൻ. യേശുവിന്റെ നാമം എടുക്കുവാൻ യോഗ്യത ആർക്കൊണ്ടെന്ന് അറിയാമോ? യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നവനും, അതായത് ഈ ആത്മാവ് ഇതിൽ നമ്മളിൽ വസിക്കപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്.
നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടായിരിക്കുന്നെങ്കിൽ മാത്രമേ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നവരെങ്കിൽ, ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നെങ്കിൽ, വചനത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നവരെങ്കിൽ ഈ പരിശുദ്ധാത്മാവെ നമുക്ക് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുവാൻ പറ്റും. ആമേൻ. രോഗത്തിന് മേലുള്ള വിശ്വാസത്തിൽ കൽപ്പിച്ചു നോക്കിക്കേ. ആമേൻ. പലപ്പോഴും നമ്മൾ പറയും ഞാൻ രോഗിയാ, ഞാനിപ്പം വീണുപോകും, ഞാനിപ്പോ ചത്തുപോകും. ഒരു ദിവസം പോലും ഒരു നെഗറ്റീവ് വാക്കല്ലാതെ പോസിറ്റീവ് വാക്ക് നാവിന് പുറപ്പെടുന്നുണ്ട്. ദൈവം പറയുന്നത് കർത്താവ് ഇവിടെ സൗഖ്യമാക്കാൻ വന്നതാണ്. കർത്താവ് നമ്മളെ ചിലതിന് മേൽ വാഴുവാൻ ദൈവം അധികാരം തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ രോഗം നമ്മുടെ മേൽ വാഴുവാൻ പാടില്ല. ആമേന. ഒന്നും നമ്മുടെ മേൽ വാഴുവാൻ പാടില്ല. ആമേന. നമ്മൾ ചിലതിന് വാഴുന്നവരായി തീരണം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വരുന്ന ആളുകൾ നീ ചിലതിന് മേൽ വാഴുന്ന ദിവസം നിന്റെ മുന്നിലുണ്ട്. ആമേന. നീ വാഴുന്ന ദിവസങ്ങളുണ്ട്. ആമേൻ. തൽക്കാലം താമസമെന്ന് തോന്നിയാലും നീ ആമേൻ നിന്നിൽ കൂടെ എന്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തുന്ന ആളുകൾ മുന്നിലുണ്ട്. ഹല്ലേലൂയ. അപ്പൊ പൗലോസ് യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചപ്പോൾ ഈ ഭൂതം പുറത്തു വരണമെങ്കിൽ പൗലോസ് അത്രമാത്രം ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. ആമേൻ. അവൻ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുന്നേ അവൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പാദപ്പെടുത്തിലിരുന്ന് ആമേൻ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തെ ശക്തി പ്രാപിച്ചിട്ട് അവനെ ദൈവം ശുശ്രൂഷയിൽ ഇറക്കുന്നതാ. ആമേൻ. നിന്നെ വെറുതെ ശുശ്രൂഷ നമ്മൾ ഇറക്കത്തില്ല. നിന്നെ ഇറക്കുന്നതിന് മുന്നേ ദൈവം ചിലതിന് തന്നിട്ട് ദൈവശക്തി നിന്നിൽ പകരപ്പെട്ടിട്ട് നിന്നെ ശുശ്രൂഷയ്ക്ക് ഫുൾ ടൈം എങ്ങനെ ദൈവമാക്കിയിരിക്കുന്നു അപ്രകാരം ഇറക്കത്തേ ഉള്ളൂ. പൗലോസിന് തന്ന ആമേൻ ഗഡ്സോട് പറയാമ ആമേൻ യേശുവിന്റെ നാമത്തിൽ നീ പുറത്തു വരാനാ. ആമേൻ. ഇവിടെ ഇരിക്കുന്നവർ നമ്മളിൽ എത്രമാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എത്രമാത്രം ആരാധിക്കുന്നുണ്ട്, എത്രമാത്രം കർത്താവിനെ വിശ്വസിക്കുന്നുണ്ട്, എത്രമാത്രം നമ്മൾ നമ്മുടെ 24 മണിക്കൂർ 365 ദിവസം ലോകത്തിന്റെ കാര്യങ്ങൾ വിട്ടിട്ട് എത്രമാത്രം നമ്മൾ ദൈവത്തിന്റെ നാമം മോത്തപ്പെടുത്തുന്നുണ്ട്. ആമേൻ. ആരുടെ വീട്ടിലും ദൈവനാമം. ആമേൻ. 365 ദിവസം 24 മണിക്കൂർ എല്ലാവരുടെ വീട്ടിൽ ടി വി കാണാം, മൊബൈൽ കാണാം, റീൽസ് കാണാം, ഇതേ നടക്കുന്നുള്ളൂ. ഇത്രയും കാണുന്ന സമയത്ത് ഇല്ല. എന്നിരുന്നാലും നമ്മൾ ദൈവത്തെ രാവിലെ എണീറ്റ് കർത്താവിന് സ്തോത്രം ചെയ്തിട്ട് എന്നെ കാണാം. ആമേൻ. നമ്മൾ ദിനം ദൈവത്തിന്റെ മുഖത്തെ കണ്ടിട്ട് അവരുടെ മുഖത്തെ അന്വേഷിച്ചിട്ട് നമ്മുടെ ദിനത്തിന്റെ ആരംഭമായിരിക്കണം. അങ്ങനെ എന്റെ പേഴ്സണൽ അനുഭവത്തിൽ ഞാൻ പറയാമോ, അനേക സ്ഥലങ്ങളിൽ ദൈവ ശുശ്രൂഷ അടയിച്ചപ്പോൾ അവിടെ ദൈവ പ്രവൃത്തി ഞാൻ കണ്ടിട്ടുണ്ട്. ആമേൻ. വെറും പ്രവൃത്തിയല്ല, ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ട്. ആമേൻ. എന്റെ ദിവസം ആരംഭിക്കുമ്പോൾ ഞാൻ കർത്താവേ എന്റെ കുടുംബത്തെ നിലനിർത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്നെ ബലപ്പെടുത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആരും അറിയാതെ നീ വിളിക്കുന്ന നിലവിളി ഉണ്ടല്ലോ, അത് സ്വർഗത്തിലെ ദൈവം കണ്ട് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന നാളുകൾ മുന്നിലുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു. ഇന്ന് പകൽ ആലോചന ഏറ്റെടുത്തു. ഇരുട്ടിൽ വിളിക്കുന്ന നിലവിളികളാ, ഇരുട്ടിൽ ആമേൻ കരയുന്ന കണ്ണുനീരുകളാ. ചില കണ്ണുനീരുകൾ ഇരുട്ടിൽ കണ്ണുനീര് ആരും കാണാതെ കണ്ണുനീരോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. ഇന്ന് പകല പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് വിളിച്ചു പറയുന്ന നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനകളും ഞാൻ കാണാതിരുന്നിട്ടില്ല, നിന്റെ വിഷയത്തിൽ പ്രവർത്തിക്കാതിരുന്നിട്ടില്ല. നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത് ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ട്. മുന്നോട്ടുള്ള യാത്രകളൊക്കെ നമുക്ക് കാണാം. പിന്നെ പൗലോസും ശീലാസും യാത്രകൾ മുഴുവനും ജയിലിൽ അവസാനിക്കുന്നു. ആമേൻ. അവരുടെ ജീവിതം പിന്നെ പല ട്രയൽസോ പല കാര്യങ്ങൾ വരുന്നുണ്ട്. എന്നിരുന്നാലും ഇതധികം ഞാൻ ടച്ച് ചെയ്യാതെ മുന്നോട്ട് ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവർ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അവർ ആരാധിക്കുവാൻ തുടങ്ങി. യെസ്, നീ ഏത് സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവ് ഉണ്ടെങ്കിൽ നീ ഏത് സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, ഇരുട്ടിലായിക്കൊള്ളട്ടെ, നീ ഇന്ന് പകല തന്നെ ചെയ്യുക. Yes, in Jesus' name you rise. Amen.
ആമേൻ. വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നില്ല. ആമേൻ. ഇരുട്ടിൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ആമേൻ. യാത്രയാമത്തിൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ആമേൻ. ചില വിടുതൽ നീ കാണും തന്നെ ചെയ്യുക. ഓ രവശലകലവ. വെറും പ്രാർത്ഥനയല്ല കേട്ടോ, 5 മിനിറ്റുള്ള പ്രാർത്ഥനയല്ല, മണിക്കൂറുകളുള്ള പ്രാർത്ഥന. ആമേൻ. ആമേൻ. യാക്കോബ് മൽപ്പിടുത്തം നടത്തിയതുപോലെ ഈ ദിവസങ്ങള്, ഈ ഡിസംബർ അവസാനിക്കുന്ന വർഷം അവസാനിക്കുവാൻ ഏകദേശം 1 മാസം കൊള്ളു. ആമേൻ. ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ നീ മൽപ്പിടുത്തം നടത്തുവാൻ തയ്യാറെങ്കിൽ, നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറെങ്കിൽ, നീ മുട്ടുമടക്കുവാൻ തയ്യാറെങ്കിൽ, ആമേൻ, ഞാൻ നിനക്ക് ചില മറുപടിയായി ഞാൻ വരും. ആമേൻ. ഈ ആണ്ടുകൾ അവസാനിക്കുന്നതിന് മുന്നേ ചില മറുപടികൾ ദൈവം അയക്കു തന്നെ ചെയ്യും. ആമേൻ. ആമേൻ. ഏറ്റെടുത്തോളം ആലോചനകൾ ദൂതുകൾ. ആമേൻ. ആമേൻ. ചില മറുപടികൾ ദൈവം അയക്കാൻ പോവുക. ഈ ആണ്ടുകൾ അവസാനിക്കുന്നതിന് മുന്നേ ചില മറുപടികൾ ദൈവം അയക്കും. ആമേൻ. ആമേൻ. നിന്റെ പ്രാർത്ഥനയുടെ വിഷയത്തിന്റെ മറുപടിയാ ദൈവം ഇറങ്ങി തന്നെ ചെയ്യും. ആമേൻ. യേശുവിന്റെ നാമത്തിൽ തളർന്നു പോകാതെ, ആമേൻ, മുഷിഞ്ഞു പോകാതെ, ക്ഷീണിച്ചു പോകാതെ നീ നിലവിളിക്കുന്നെങ്കിൽ, എന്റെ പാദപടത്തിൽ നിന്ന് മുട്ടുമടക്കുന്നെങ്കിൽ, എന്റെ സമയത്തിന് നീ കാത്തിരിക്കുന്നെങ്കിൽ, the Lord will make it happen. In Jesus' name. Amen. Amen. സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ നമ്മൾ മുഷിഞ്ഞു പോകുന്ന അനുഭവമാണ്. ആമേൻ. നമ്മൾ ബൈബിൾ താഴെ വെക്കുന്നവരാ. ആമേൻ. നമ്മളതെല്ലാം വിഷയം വരുമ്പോൾ നമ്മൾ പറയും കർത്താവിനെ തള്ളി പറയുന്നവരാ. പക്ഷെ പൗലോസിന് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൻ യഥാർത്ഥത്തിൽ കർത്താവിനെ കണ്ടപ്പോൾ അവൻ ആ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തയ്യാറായി. ആമേൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ കണ്ടത് കർത്താവിനെങ്കിൽ, ആത്മാർത്ഥമായിട്ട് കണ്ടെങ്കിൽ, ആമേൻ, ആത്മാർത്ഥമായിട്ട് ദൈവത്തിന് വേണ്ടി നീ ലിവിംഗ് സാക്രിഫൈസ് ആകുവാനാ ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇരുട്ടിന്റെ അനുഭവത്തിലും പ്രാർത്ഥിച്ചോണം. ആമേൻ. ഇരുട്ടിന്റെ അനുഭവത്തിലും പ്രാർത്ഥിച്ചോണം. പ്രാർത്ഥിക്കുന്നവനെ ആർക്കും തളർത്തുവാൻ പറ്റുകയില്ല. പ്രാർത്ഥിക്കുന്നവന്, ആമേൻ, പ്രതികൂലമായി ആർക്കും നിൽക്കുവാൻ പറ്റുകയില്ല. പ്രാർത്ഥിക്കുന്നവന് തടസ്സമായി ഒരു ചെയിനുകളും നിൽക്കത്തില്ല. കാരണം പ്രാർത്ഥിക്കുന്നവനോട് കൂടെ ഒരുവനുണ്ട്. ആമേൻ. അവന് പ്രാർത്ഥിക്കുന്നവനോട് കൂടെ ഒരുവനുണ്ട്. അത് എന്റെ കർത്താവായ യേശു ക്രിസ്തുവാ. ആമേൻ. കഴിഞ്ഞാഴ്ച കേട്ടതുപോലെ ദാനിയേല് പ്രാർത്ഥിക്കുന്നവനെ അവനെ സിംഹത്തിന്റെ കുഴിയിൽ അവനെ ഇട്ടുവിട്ടപ്പോൾ, എറിഞ്ഞപ്പോൾ സിംഹം കടിച്ചു കീറും തീർന്നു കളയുമെന്ന് വിധി എഴുതിയപ്പോൾ, ആമേൻ, ഡാരിഷ് എന്ന രാജാവ് പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ ദാനിയേൽ, ആമേൻ, സിംഹത്തിന്റെ, ആമേൻ, ദാനിയേലിന്റെ ഹെഡ് സിംഹത്തിന്റെ സ്തംഭത്തിൽ വെച്ച് ഉറങ്ങുന്നതായിട്ട്, സിംഹത്തെ പില്ലുവാക്കി ഉറങ്ങുന്നതായിട്ട് കണ്ടത്. കാരണം എന്നതറിയാമോ? അവന്റെ കൂടെ ഇരുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അവന്റെ കൂടെ ഇരുന്ന ദൈവത്തിന്റെ ആത്മാവാ. ആമേൻ. അങ്ങനെയെങ്കിൽ നീ യാത്ര തിരിക്കുന്നിടത്തുമാ നിന്നെ തിരിപ്പിച്ചു കളയുമെന്ന്, ആമേൻ, ചിന്തി, ആമേൻ, കീറിക്കളയുമെന്ന് നിന്റെ അനുഭവം നീ ഇവരോട് അവസാനിച്ചു എന്ന് പറയുമ്പോൾ, അവിടെ നീ ആത്മാവിൽ ആരാധിക്കുന്നവരെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ, നീ നിരന്തരം ദൈവത്തെ ആരാമ സ്തുതിക്കുന്ന വ്യക്തിയെങ്കിൽ, നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. നീ ജീവനോടെ വരത്തില്ല എന്ന് വാദിച്ചു നിന്റെ ശത്രുവിന്റെ മുന്നിൽ നീ ജീവനോടെ നിന്നെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ മഹത്വമാ. നീ മുഖാന്തരമാ രാജ്യം ദൈവത്തെ അറിഞ്ഞതുപോലെ. ആമേൻ. നീ നിന്റെ കുടുംബം മുഖാന്തരം ചിലവർ അറിയാൻ പോകും. രാജ്യം ദൈവത്തെ അറിയും. ആമേൻ. അതിനുവേണ്ടി ദിവസങ്ങൾ പ്രാർത്ഥിച്ചോണമ്മ. ആമേൻ. ദാനിയേലിന്റെ ദൈവത്തെ ആരാധിക്കുവാൻ പിന്നെ കൽപ്പന പുറപ്പെടുവിച്ചു. ആമേൻ. നിനക്ക് വേണ്ടി സാഹചര്യങ്ങൾ മാറത്തില്ല എന്ന് വിധിച്ചപ്പോൾ, നിനക്ക് വേണ്ടി സാഹചര്യങ്ങൾ അനുകൂലമാകത്തില്ല എന്ന് വിധിച്ചപ്പോൾ, പരിശുദ്ധാത്മാവ് പറയുന്നു, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നീ പോലും അറിയാത്ത മണ്ഡലങ്ങളിൽ, നീ പോലും അറിയാത്ത മേഖലയിൽ എന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. നീ പോലും അറിയാത്ത ചില മണ്ഡലങ്ങളിൽ എന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആമേൻ. നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവം. ആമേൻ. ജീവനോടെ പൗലോസും ശീലാസിനെ പൂട്ടുവാൻ നോക്കിയവന്, യോസെഫിന്റെ ഭാവി തകർക്കുവാൻ നോക്കിയവര്, ആമേൻ, ദാനിയേലിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയവര്, ആമേൻ, ചന്ദ്രകമേശ്വര എന്ന വ്യക്തികളുടെ, ആമേൻ, ആമേൻ, ഭാവി തീർക്കുവാൻ നോക്കിയപ്പോൾ, എന്നിരുന്നാലും ഇതിന്റെ മധ്യയില് അവര്
സേവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അവരെ വിടുവിക്കുവാൻ ആ ദൈവശക്തനായ ദൈവമോ. നീ ചൂളെ പോയാലും നീ മാമേനും വെള്ളത്തിന് മേൽ പോയാലും അത് നിന്നെ കവിയുകയില്ല. ഇല്ല, നിന്നെ കവിയുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേന. ആമേൻ. നിന്നെ കവിയാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേന. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇവിടെ കൊണ്ട് വിധി എഴുതി അവസാനിപ്പിച്ചവരുടെ മുന്നിൽ ദൈവം പ്രവർത്തിക്കുന്നത്. ആമേൻ. ദാനിയേലിന് വേണ്ടി ഒന്നാമതായി ഇറങ്ങി പ്രവർത്തിച്ചെങ്കിൽ, ആമേൻ, ദാവീദിന് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ, പൗലോസിനും ശീലാസിന് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ, ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന വ്യക്തികൾ പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അവന് വേണ്ടിയും അവന്റെ കുടുംബത്തിന് വേണ്ടി അവന്റെ വ്യക്തി ജീവിതത്തിന് വേണ്ടി അവന്റെ ശുശ്രൂഷയിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടും. ആമേൻ. തുറക്കത്തില്ല എന്ന് പറഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. നീ അടഞ്ഞിവിടെ പൂട്ടിക്കിടന്നു, നിന്റെ അവസാനം എന്ന് വിധിച്ച് അവരെ ബന്ധിച്ച് എല്ലാം തീർന്നപ്പോൾ അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങുവാൻ തുടങ്ങി. ആമേൻ. ഇന്ന് നമ്മൾ ജയിലിൽ കിടക്കുവാണെങ്കിൽ നമ്മുടെ ശുശ്രൂഷയിൽ അവസാനിപ്പിച്ച് നമ്മൾ പിറ്റേ ദിവസം ബാക്ക് ചെയ്ത് ആമേൻ അപ്പൊ പറഞ്ഞിട്ട് നമ്മൾ അത് പുസ്തകം വെച്ച് മടക്കി പോകുക. പക്ഷെ പൗലോസും ശീലാസും അതിന് റെഡിയായില്ല. അവർ ചെയ്തത് ഒറ്റ കാര്യമുള്ളൂ, രാത്രി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആമേൻ. അവരുടെ പ്രാർത്ഥനയുടെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങുവാൻ തുടങ്ങി. ആമേൻ. കാരാഗ്രഹത്തിന് ഉള്ളിലകത്ത് ആമേൻ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ തുടങ്ങി. അവരുടെ ജീവിതത്തിൽ മാത്രമല്ല ആ കാരാഗ്രഹം മുഴുവനും ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചു. ആമേൻ. ആ കാരാഗ്രഹം മുഴുവനും അവിടെ ദൈവത്തിന് മഹത്വം വെളിപ്പെടുവാൻ ഇടയായെങ്കിൽ നിനക്ക് വേണ്ടി രാത്രിയാമത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് പകൽ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന കാര്യം നമ്മൾ മറന്നു പോകല്ല. ആമേൻ. എനിക്കിനി ശുശ്രൂഷയില്ല, നീ ഞാൻ ഒന്നും ചെയ്യത്തില്ല, ഞാനിവിടെ എനിക്ക് നീ ഇതുകൊണ്ട് പറ്റത്തില്ല എന്ന് ആരെങ്കിലും ഇവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ശുശ്രൂഷ ഇവിടുന്ന് അവസാനിച്ചിട്ടില്ല. നീ അവസാനിക്കുന്നിടത്ത് ആരംഭം ദൈവമാക്കാൻ പോകും. ചില വ്യക്തികളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തുന്നത് നമ്മളെല്ലാം അവസാനിപ്പിച്ചു എന്ന് എന്ത് ചെയ്യണം എന്ന് ഒന്നും അറിയാതെ പസൽഡ് ആയിട്ടിരിക്കുന്ന അനുഭവത്തിലിരിക്കുമ്പോൾ എല്ലാം തീർന്നു, എല്ലാം ഫിനിഷായി, മുന്നോട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് ആത്മാവ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇല്ല, അവസാനിച്ചിട്ടില്ല. എന്റെ പദ്ധതി നിന്റെ മേൽ വെളിപ്പെടുവാനുണ്ട്. ആമേൻ. വെളിപ്പെടാൻ പോകുന്ന നാളുകൾ മുന്നിലുണ്ട്. അല്പനിമിഷത്തേക്ക് നീ ഒന്ന് താമസം തോന്നിയാൽ വിസ്പർ ചെയ്യാതെ ദൈവസ്വത്തിൽ വിശ്വസ്തയോടെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദപ്രത്തിലിരിക്കുന്നെങ്കിൽ നിന്റെ വിഷയത്തിന്റെ മറുപടി തക്ക സമയത്ത് ദൈവം അതിന്റെ മറുപടിയായി ദൈവം അയക്കാൻ പോകും. ആമേൻ. വാതിലുകൾ ദൈവം തുറക്കാൻ പോകും. ആമേൻ. അധികം താമസമൊന്നും വേണ്ട. ദൈവം ചില വാതിലുകൾ തുറക്കാൻ പോകുക. ചില രാജ്യങ്ങൾക്ക് വേണ്ടി, ചില പട്ടണങ്ങൾക്ക് വേണ്ടി, ചില വ്യക്തികളെ കർത്താവിന്റെ ശുശ്രൂഷകന്മാരെ കർത്താവ് അയക്കാൻ പോകുക. ആമേൻ. ആമേൻ. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ആമേൻ. ഈ വാഗ്ദത്തം, ഈ ദൂതുകൾ ഏറ്റെടുത്ത തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആമേൻ. യേശുവിന്റെ നാമത്തിൽ നമ്മൾ എപ്പോഴും പറയണം, എന്റെ തലമുറകൾ സുവിശേഷ വിലയുന്നതായി കാണുന്നു. എന്റെ തലമുറ അനേകം അവരുടെ മുന്നിൽ ശുശ്രൂഷിക്കുന്നതായി ഞാൻ കാണുന്നു. അവരെ പ്രവചിക്കുന്നതായി ഞാൻ കാണുന്നു. അവരിൽ കൂടെ ദൈവത്തിന് ആത്മാവ് വ്യാപരിക്കുന്നത് ഞാൻ കാണുന്നു. ആമേൻ. ലോകത്തിലെ ധനം പണത്തിനപ്പുറമായി അവർ ദൈവം അനേക മില്യൺസ് ട്രില്യൺസ് ഓഫ് ആൾക്കാരുടെ മുന്നിൽ നിന്ന് ദൈവം അവരെ എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു എന്ന് വിശ്വാസത്തോടെ മാതാപിതാക്കൾ പറയണം. ആമേൻ. ആമേൻ. മാനുഷ്യമായി കെട്ടിയ ബന്ധനം സ്വർഗം അഴിച്ചു. ആമേൻ. സ്വർഗം അഴിച്ചു. ആമേൻ. സ്വർഗം അഴിച്ചു. നീ മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി കെട്ടിയിരിക്കുന്നത്, നീ ഇവിടുന്ന് എസ്കേപ്പ് ആകാതിരിക്കാൻ വേണ്ടി കെട്ടിയിരിക്കുന്നത്, പക്ഷെ ദൈവം അത് അഴിച്ചു. ആമേൻ. ദൈവം അത് അഴിച്ചു. ആമേൻ. ദൈവം അത് അഴിക്കുവാൻ ഇടയായി. ആമേൻ. യെസ്. ആമേൻ. ഇന്ന് പകൽ ചില ചെയിനുകൾ മുന്നോട്ട് യാത്ര ചെയ്യിപ്പിക്കാത്ത രീതിയിൽ ശത്രു നമ്മളെ ബന്ധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ അവരോടുള്ള ദൈവത്തിന്റെ ആത്മാവ് ഇടപെടൽ ഇങ്ങനെ നടത്തുന്നു, അത് അവസാനിച്ചിട്ടില്ല. ആമേൻ. ആ ചെങ്ങലകൾ നിനക്ക് പൊട്ടിക്കുവാൻ പറ്റുകയില്ല, പക്ഷെ നിന്റെ പ്രാർത്ഥനയ്ക്ക് അത് പൊട്ടിക്കാൻ പറ്റുമോ? ഓ, നിന്റെ വിശ്വാസത്തിന് അതിനെ പൊട്ടിക്കാൻ പറ്റുമോ? നിന്റെ നിലവിളിയുടെ മുന്നിൽ അത് പൊട്ടും തന്നെ ചെയ്യുമോ? കാരണം നീ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാ. ആമേൻ.
ഓ റബശല കലവ. എനിക്കിവിടെ നിർത്തണമെന്നുണ്ട് സമയം ആമേന. പക്ഷെ എന്നിരുന്നാലും ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കർത്താവേ ആമേനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ അസാധാരണമായ ഒരു കരം നമ്മുടെ മേൽ പ്രവർത്തിക്കപ്പെടും. ആമേന. ഇവിടെ ആത്മാക്കൾ വരത്തില്ല എന്ന് പറയുന്നവരുടെ നാവിനെ ദൈവം അടയ്ക്കും. ആമേന. ഇവിടെ ആത്മാക്കൾ വരും തന്നെ ചെയ്യുക. There is no recommendation needed. There is no promotion needed. There is no advertisement needed. The Lord will add on the people here in Jesus' name. അത് കാണും. ആമേൻ. അത് കാണും. ആമേൻ. യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ പൊട്ടിക്കുവാൻ മനുഷ്യമായിട്ട് പറ്റാതിരുന്ന സാഹചര്യത്തിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കേണ്ട ചില വിഷയങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുവാങ്കിൽ ദൈവം അതിനെ പൊട്ടിക്കുക തന്നെ ചെയ്യുക. ദൈവ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തുക ചെയ്യുക. അവർ പുറത്തു വന്നപ്പോൾ ആമേന അവിടെയുള്ള ജയിലറിന് വേണ്ടി മാനസാന്തരം വന്നു. ഹല്ലേലൂയ. ആ ജയിലർ കർത്താവിനെ അറിയുവാൻ ഇടയായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യാത്രകള്, നമ്മുടെ ശുശ്രൂഷകള്, നമ്മൾ മുഖാന്തരം എത്ര പേര് കർത്താവിനെ അറിയുന്നുണ്ട്. ആമേൻ. പൗലോസ് ജയിലറിനോട് ചെന്ന് സുവിശേഷം പറയുന്നില്ല. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയിൽ വിടുതൽ കണ്ട് ആ ജയിലരുടെ മനസ്സ് മാറുവാനിടയായി. ഇവിടെയും ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. കർത്താവ് അവരുടെ ഹൃദയത്തെ തുറന്നു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ. അതിനാ പറയുന്നത് when the Lord Almighty opens the heart, the real transformation will begin in your life. In Jesus' name, no man and woman can bring the transformation in your life except Jesus Christ. Amen. Amen. കർത്താവ് അല്ലാതെ വേറെ ആർക്കും ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുവാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ആമേൻ.